2014 മാർച്ച് 5 ഞാൻ എന്റെ നേതാവിനെ കണ്ടെത്തി ഗുജറാത്തിൽ പോയി. അദ്ദേഹം 1.5 വർഷക്കാലം പോലീസിനെ അയച്ചിട്ട് പോലും പോയില്ല. അവസാനം ഞാൻ വഴങ്ങുന്ന ചില വ്യക്തികളുണ്ട് കേരളത്തിൽ, അവരെ അയച്ച് അപേക്ഷിച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിൽ ആദ്യത്തേത്, അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതി തരണം, തന്നാൽ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അടിമയായിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ, അത് നികേഷ് എടുത്ത് TV ചാനലിൽ കൊടുത്തെങ്കിൽ, ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു ഭരണത്തിന് അടിമയായി എന്ന് പറയുന്നത് എനിക്ക് പെരുമയാണ്, എനിക്ക് അഭിമാനമാണ്. അതിനെ ഏത് തരത്തിലാണ് ജേർണലിസ്റ്റിക് ആംഗ്ലിംഗ്, ഡിഫ്ലക്ഷൻ, ഏത് തരത്തിലാണ് അതിനെ വകമാറ്റി ചെലവാക്കിയത്? അത് ആരുടെ നേട്ടത്തിന്, ആരുടെയൊക്കെ രാഷ്ട്രീയ കുടില തന്ത്രങ്ങൾക്കാണ് അത് വഴിതെളിച്ചു വിട്ടത്? 96 മുതൽ ഇതിനു വേണ്ടി സമരം ചെയ്യുന്ന ആളാണ്. ഏതൊക്കെ കാലഘട്ടമാണത്? ലീഡർ ശ്രീ കരുണാകരൻ ഒഴിച്ച് പിന്നെ വന്ന എല്ലാ മന്ത്രിസഭകളും ബിഡിങ്ങിന് ആൾക്കാരെ കൊണ്ടുവന്നു. നയനാർ സഖാവ് കൊണ്ടുവന്നാൽ, അച്യുതാനന്ദൻ സഖാവ് കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ കോൺഗ്രസുകാർ പറയും, ഇല്ല അത് ചൈനയാണ്, കൊടുക്കാൻ ഒക്കത്തില്ല, ബിഡിങ് ക്യാൻസൽഡ്, വിഴിഞ്ഞം നമുക്ക് നഷ്ടപ്പെട്ടു. മറിച്ച് കോൺഗ്രസ് കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ സഖാക്കന്മാരെല്ലാം കൂടെ പറയും അത് പാകിസ്ഥാനാണ്, നടക്കില്ല. ഇത് സത്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അവിടുത്തെ 4 പാരിഷുകളുടെ നേതാക്കന്മാർ, കത്തനാരന്മാർ എന്നെ ഒരു സമരത്തിന് തെരഞ്ഞെടുത്തെങ്കിൽ അന്ന് ഞാൻ BJP-കാരനല്ല. ഞാൻ എന്തുകൊണ്ട് കൃത്യമായിട്ട് ആ ഡേറ്റ് ഓർക്കുന്നു? എന്നെ ഒരു വർഗീയവാദിയാക്കി മാതൃഭൂമി ചാനൽ തുടങ്ങി വെച്ച് മറ്റെല്ലാ ചാനലുകളും ഒരു വർഗീയവാദിയാക്കിയ ദിവസമാണെന്ന്. ഇതുപോലെ തന്നെയാണ് പപ്പടം പൊട്ടിച്ചു വെച്ചത്. ആ പപ്പടം മുഴുവൻ ഞാൻ കഴിച്ചു. ഒരു പരിപ്പൊഴിച്ചു, ഇനി സാമ്പാർ വരും. വലിയ പപ്പടം തിരുവിതാംകൂറിൽ മാത്രമാണ് കിട്ടുന്നത്. ആ പപ്പടത്തിൽ നിന്ന് ഒടിച്ചു വെച്ച് അതവിടെ ഞാൻ വെച്ചു. ഇല മടക്കുമ്പോ അതിനകത്ത് ബാക്കി പപ്പടമില്ല. പിന്നെ ആരാ ഈ എഴുതിയവനും വളച്ചൊടിച്ചവനുമാണോ ഒന്ന് അത് തിന്നത്? ഇനി പപ്പടം എടുത്തു വെച്ച ആള് ഗ്ലൗസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതേ ആള് തന്നെയാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും വെച്ചത്.